ജൂൺ 19. എന്താ ജൂൺ 19ന്റെ പ്രത്യേകത? വായനാ ദിനം. കേരളത്തിൽ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 19 ജൂൺ 19 സ്കൂളുകളിൽ ക്വിസ് ഒക്കെ നടത്തത്തില്ലയോ? അപ്പൊ നമുക്ക് അതിന് വേണ്ടുന്ന കുറച്ച് ചോദ്യങ്ങൾ നോക്കിയാലോ? ജൂൺ 19 കേരളത്തിൽ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് ആരുടെ സ്മരണാർത്ഥമാണ്? പി എൻ പണിക്കർ. പുതുവയിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കരുടെ സ്മരണാർത്ഥമാണ് ജൂൺ 19 കേരളത്തിൽ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. ആരാണ് പി എൻ പണിക്കർ എന്നറിയാമോ? കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ പിതാവാണ് പി എൻ പണിക്കർ. 1945 കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിക്കുന്നത്. ഈ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ മുഖപത്രം ഏതാണെന്നറിയാമോ? ഗ്രന്ഥലോകം. ഗ്രന്ഥലോകമാണ് അതിന്റെ മുഖപത്രം. പി എൻ പണിക്കർ എവിടെയാ ജനിച്ചത്? 1909 മാർച്ച് 1 ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂരിലാണ് പി എൻ പണിക്കർ ജനിച്ചത്. പി എൻ പണിക്കർ മരിച്ചത് എന്നാണെന്ന് അറിയാമോ? 1995 ജൂൺ 19. അപ്പോൾ അദ്ദേഹത്തിന്റെ ചരമദിനമായ ജൂൺ 19 കേരളത്തിൽ എന്തായിട്ട് ആചരിക്കുന്നത്? വായന ദിനമായിട്ട് ആചരിക്കുന്നത്. 1995 ജൂൺ 19 അദ്ദേഹം മരണപ്പെടുന്നത്. 1996 മുതലാണ് ജൂൺ 19 നമ്മൾ വായന ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. ആ സമയത്ത് കേരള മുഖ്യമന്ത്രി ആയിരുന്നത് AK ആന്റണിയാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന് പറഞ്ഞ കവി ആരാ? കുഞ്ഞുണ്ണി മാഷ്. പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കം എന്ന് പറഞ്ഞ കവിയാണ് കുഞ്ഞുണ്ണി മാഷ്, അല്ലേ? ആധുനിക മലയാള ഭാഷയുടെ പിതാവാരാ? ആധുനിക മലയാള ഭാഷയുടെ എഴുത്തച്ഛൻ. എഴുത്തച്ഛനാണ് ആധുനിക മലയാള ഭാഷയുടെ പിതാവ്. ആധുനിക കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാ? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ആശാൻ, ഉള്ളൂർ, വള്ളത്തോളാണ് ആധുനിക കവിത്രയങ്ങൾ. ഇതില് മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പട്ടം ലഭിച്ച കവിയാണ് ആര്? കുമാരനാശാൻ. കുമാരനാശാന് മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ് മഹാകവി പട്ടം കൊടുത്തത്. ഉള്ളൂർ എഴുതിയ മഹാകാവ്യം ഏതാണ്? ഉമാകേരളം. ഉള്ളൂർ എഴുതിയ മഹാകാവ്യം ഉമാകേരളവും വള്ളത്തോൾ എഴുതിയ മഹാകാവ്യം ചിത്രശാലയുമാണ്. വള്ളത്തോളിന്റെ മഹാകാവ്യമാണ് ചിത്രശാല. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാ? അവകാശികൾ. മലയാളത്തിലെ ആദ്യത്തെ നോവല് അവകാശികളല്ല, കുന്തലതയാണ്. കുന്തലത എഴുതിയത് ആരാ? അപ്പു നെടുങ്ങാടി. അപ്പു നെടുങ്ങാടി എഴുതിയ കുന്തലതയാണ് മലയാളത്തിലെ ആദ്യത്തെ നോവൽ. മലയാളത്തിൽ ലക്ഷണമൊത്ത ആദ്യത്തെ നോവൽ എന്നറിയപ്പെടുന്നത് ഏതാ? ഇന്ദുലേഖ. ഇന്ദുലേഖയാണ്. ഇന്ദുലേഖ എഴുതിയത് ആരാ? O ചന്തുമേനോൻ. പിന്നെ നേരത്തെ പറഞ്ഞ അവകാശികളുണ്ടല്ലോ, അതിന്റെ പ്രത്യേകത എന്തുവാ? മലയാളത്തിലെ ഏറ്റവും വലിയ നോവലാണ് ഏത്? അവകാശികൾ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ. അത് ആരാ എഴുതിയത്? വിലാസിനി. വിലാസിനി എന്ന് പറഞ്ഞ ഒരാളുടെ പേരാണോ? പേരല്ല, അതൊരു തൂലികാനാമമാണ്. MK മേനോൻ എന്ന ആളുടെ തൂലികാനാമമാണ് വിലാസിനി. വിലാസിനി എഴുതിയ അവകാശികളാണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ. മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവൽ ഏതാണെന്ന് അറിയാമോ? കയർ. കയർ എഴുതിയത് ആരാ? തകഴി ശിവശങ്കര പിള്ള. ഇനി ജ്ഞാനപീഠ പുരസ്കാരം. ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇന്ത്യയിൽ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം. ജ്ഞാനപീഠ പുരസ്കാരം നൽകി തുടങ്ങിയത് 1965 അപ്പൊ ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്നറിയാമോ? ജി ശങ്കരക്കുറുപ്പ്. അപ്പൊ നമ്മുടെ കേരളത്തിന്, നമ്മുടെ ഒരു മലയാളിയായ ജി ശങ്കരക്കുറുപ്പിനാണ് ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ഏത് കൃതിക്കാ? ഓടക്കുഴൽ. ജി ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് എന്ത് ലഭിച്ചത്? ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായി ലഭിച്ചത്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാ? വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കൃതി പറയാമോ? പാത്തുമ്മയുടെ ആട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതിയാണ്. ബാല്യകാലസഖിയും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതിയാണ്. ഒരു ദേശത്തിന്റെ കഥ എഴുതിയത് ആരാ? ഒരു ദേശത്തിന്റെ കഥ SK പൊറ്റക്കാട്. SK പൊറ്റക്കാടിന്റെ നോവലാണ് ഒരു ദേശത്തിന്റെ കഥ. SK പൊറ്റക്കാട് എന്ത് തരം കഥകളാണ് എഴുതുന്നത്? SK പൊറ്റക്കാട് യാത്രാ വിവരണങ്ങളിലൂടെ പ്രശസ്തനായ എഴുത്തുകാരനാണ് SK പൊറ്റക്കാട്. SK പൊറ്റക്കാടിനും ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മലയാളത്തിൽ ഇതുവരെ 6 പേർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. SK പൊറ്റക്കാടിന് 1980 ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതാ? പത്രം രാജ്യസമാചാരം. മലയാളത്തിലെ ആദ്യത്തെ പത്രമാണ് രാജ്യസമാചാരം. രാജ്യസമാചാരം പുറത്തിറങ്ങിയത് 1847 തലശ്ശേരിയിൽ നിന്നാണ്.
ആരാ പുറത്തിറക്കിയത്? ഹെർമൻ ഗുണ്ടർട്ട്. ഹെർമൻ ഗുണ്ടർട്ടാണ് രാജ്യസമാചാരം 1847 പുറത്തിറക്കുന്നത്. മലയാളത്തിലെ രണ്ടാമത്തെ പത്രം പശ്ചിമോദയം. ഇതും ഹെർമൻ ഗുണ്ടർട്ട് തന്നെയാണ് പുറത്തിറക്കുന്നത്. 1847 അതേ വർഷം തന്നെയാണ് അതും പുറത്തിറങ്ങുന്നത്. അപ്പൊ ജൂൺ 19 വായനാ ദിനത്തിന് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിയില്ലയോ? ഇനി അവരോടൊരു ചോദ്യം ചോദിച്ചാലോ? എന്താ ചോദ്യം ചോദിക്കുന്നേ? ലോക പുസ്തക ദിനം. ലോക പുസ്തക ദിനം എന്നാണ്? ഏപ്രിൽ 23-നാണ്. ഇംഗ്ലീഷിലെ ഒരു മഹാകവിയുടെ ജന്മദിനവും മരണദിനവും ഈ ഏപ്രിൽ 23 തന്നെയാണ്. ആരുടെ ഓർമ്മയ്ക്കാണ് ഏപ്രിൽ 23 ലോക പുസ്തക ദിനമായിട്ട് ആചരിക്കുന്നതെന്ന് അറിയാവുന്നവർ കമന്റ് ചെയ്യുക.